ശോഷിക്കുന്ന പിന്നോക്കക്കാരെ ക്രൂശിക്കുന്നതാണ്. ക്രൂശിക്കുന്ന യഥാർത്ഥത്തിൽ ബൈബിളിലാണ്. ഹിന്ദുധർമ്മത്തിൽ ക്രൂശനം എന്നൊരു കാര്യമേ ഇല്ല. ശങ്കരൻ തന്നെ പറയുന്നു, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മേത്യ അഭിധീയത എന്ന ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മപദത്തെ വിവക്ഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ബ്രാഹ്മണനല്ല ശത്രു, ബ്രാഹ്മണ്യമാണ് ശത്രു എന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ചരിത്രത്തിൽ ആരെങ്കിലും തെറ്റു പറഞ്ഞു എന്ന് പറഞ്ഞ് ആ തെറ്റിനെ പൊക്കിപ്പിടിച്ച് 100 വർഷം മുമ്പ് പുള്ളിക്ക് തെറ്റിയതാണ്. ആ തെറ്റിനെ ഇന്ന് ഏതെങ്കിലും ഹിന്ദു ജാതി വിവേചനം വെച്ച് അമ്പലത്തിൽ കയറണമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സനാതന ധർമ്മത്തിന്റെ പോസിറ്റീവായ 1, 2, 10 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാൽ നമുക്ക് അതിന്മേൽ ചർച്ചയാവാം. പശുവിനെ കുറിച്ച് പറയുമ്പോൾ പശു തെങ്ങിൽ കെട്ടുന്നു, ആ തെങ്ങിന്റെ ഗുണഗണങ്ങൾ പറയുന്നതിന് പകരം ആ വാദഗതിയെ ഉപയോഗിക്കുന്നില്ല. ഇതിനെ സർവതല സ്പർശി അല്ലെങ്കിൽ ഹോളിസ്റ്റിക്കലി കാണണം. സനാതന ധർമ്മം ജാതി അല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാദഗതികളും സഹസംവാദകൻ ഇതുവരെ ഉന്നയിക്കുകയുണ്ടായില്ല. കാരണം നമ്മുടെ ടൈറ്റിൽ എന്താണ്? വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളിലെ സനാതന ധർമ്മം മഹത്തരം എന്നുള്ളതാണ് വിഷയം. ഞാൻ അതിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ വേദസ്മൃതി പുരാണേതിഹാസങ്ങളിലെ സനാതന ധർമ്മം മഹത്തരമോ അല്ലയോ? അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആണ് എന്ന് തെളിയിക്കുന്ന ഒരു വരി പോലും സഹസംവാദങ്ങൾ ഉന്നയിക്കുന്നു. ഒരു ശ്ലോകം ഉദ്ധരിക്കട്ടെ, ഇഷ്ടം പോലെ പരന്നു കിടക്കില്ല. വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇഷ്ടം പോലെ പുരാണങ്ങളും എല്ലാം കിടക്കുക. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോ എല്ലാത്തിനെയും അടങ്ങുന്ന കാര്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മേത്യഭിധീയത. എന്തായാലും ശങ്കരാചാര്യരെക്കാട്ടിലും വലിയ ആളുകളൊന്നും സംസ്കൃതത്തിൽ പിന്നീട് ആരും ദാർശനികരായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റിയെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ശങ്കരന് തെറ്റുപറ്റിയെന്ന, അതുകൊണ്ട് ശങ്കരന് തെറ്റുപറ്റിയ സഹസംവാദം അംഗീകരിച്ചാൽ ഈ പ്രശ്നം അവസാനിച്ചു. 2, കുമാരില ഭട്ടനാണ് പറയുന്നത്, വർണ്ണാശ്രമങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളുമാണ് ധർമ്മം എന്ന്. ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? സംസ്കൃതത്തിലെ ഏറ്റവും വലിയ മീമാംസകനായ കുമാരില ഭട്ടൻ തന്നെയല്ല, പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ സംസ്കൃതത്തിന് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ച പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയാണ് 1932 ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ എഴുതിയത്, അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കരുത് എന്ന് എഴുതിയതാരാണ്? പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ, ഞാനല്ല എഴുതിയത്. അത് തന്നെയല്ല, അദ്ദേഹം ഉദ്ധരിച്ച എന്താണ്? വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ കാണ്ഡമായിട്ട് ഉദ്ധരിച്ചിട്ടാണ് ആരെഴുതിയത്? പുന്നശ്ശേരി നമ്പി നീലകണ്ഠ. അതുകൊണ്ട് ഞാൻ തെറ്റാണെന്നല്ല പറയേണ്ടത്, പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ തെറ്റാണോ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അത് അംഗീകരിച്ച പ്രശ്നം നമുക്കിപ്പോൾ പരിഹരിക്കാം. കാരണം പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത പണ്ഡിതനും 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത പണ്ഡിതനും സരസ്വതിക്ക് തീണ്ടലില്ലെന്ന് പ്രഖ്യാപിച്ചാണ്. പക്ഷെ അദ്ദേഹം അവർണർക്ക് തീണ്ടലുണ്ടെന്ന് പറഞ്ഞു. തന്നെയല്ല, ജാതി വ്യവസ്ഥ എല്ലാം മാന്യമായെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ശബരിമലയിൽ ഇപ്പോഴും ഒരു മലയാള ബ്രാഹ്മണൻ അല്ലാത്ത ഒരാളെ പൂജയ്ക്ക് കയറ്റുന്നില്ല? കാരണം ചാതു പറഞ്ഞു സനാതന ധർമ്മം. എന്തുകൊണ്ടാണ് ഗുരുവായൂർ പ്രവേശിപ്പിക്കാത്തത്? ഒരു പാചകക്കാരനാകാൻ പോലും ഒരു അവർണനെ കയറ്റത്തിൽ. എന്താ കാരണം? സനാതന ധർമ്മം. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ വിളക്ക് കൊടുക്കാത്തത്? അശുദ്ധി, തീണ്ടൽ, സനാതന ധർമ്മം. ഇങ്ങനെ ഈ സനാതന ധർമ്മം കേരളത്തിൽ ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥയായിട്ട് നിലനിൽക്കുമ്പോൾ പറയുകയാണ്, ജാതി മാഞ്ഞു പോയി, തന്നെ ഭരണഘടന തിരുത്താം. നമുക്ക് സനാതനം തിരുത്താൻ പറ്റുമോ? ഭരണഘടന എപ്പോഴാണെങ്കിലും നമുക്ക് തിരുത്താം. അപ്പൊ സനാതന ധർമ്മം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് സനാതന ധർമ്മം തിരുത്താൻ പറ്റാത്തത്? കാരണം അത് ജാതി വ്യവസ്ഥ. ഒരിക്കലും ഈ ജാതി വ്യവസ്ഥ മാറാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ജാതി. അതുകൊണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സനാതന ധർമ്മത്തിന്റെ ഒരു 10 പോയിന്റ്. ഞാനിപ്പോ മാല പോലെ കോർത്തെന്നാണ് പറഞ്ഞത്. ഞാൻ മാല പോലെ കോർത്തത് എൻ്റെ അഭിപ്രായമല്ല. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമാണ് ഞാൻ മാല പോലെ കോർത്തത്. അത് എൻ്റെ അഭിപ്രായമല്ല കോർത്തത്. ഞാൻ സെലക്റ്റീവായിട്ടല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സംസ്കൃതത്തിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ ആ പുസ്തകത്തിൽ പിന്നെ 100 മാത്രമേ പുസ്തകത്തിൽ പിന്നെ 100 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ പുസ്തകത്തിൽ ഒരു താളം പോലും കാണത്തില്ല. കാരണം എല്ലാ വഴിയിലും ഇങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ കാണും. സ്ത്രീകളെ ക്രൂശിക്കുന്ന, അവർണരെ ക്രൂശിക്കുന്ന, ഇത്തരത്തിലുള്ള ധാരാളം കാണുമ്പോൾ കാണും. അതുകൊണ്ട് വർണ്ണാശ്രമം അല്ല സനാതന ധർമ്മം എന്ന് തെളിയിക്കുന്ന ഒരു ശ്ലോകം രാഹുലീശ്വർ പറഞ്ഞാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അപ്പൊ അതുകൊണ്ട് വർണ്ണാശ്രമമാണ് സനാതന ധർമ്മം. ധർമ്മം എന്നതിനെ മനുസ്മൃതി മാത്രമല്ല, യാജ്ഞവൽക്യൻ, ബൃഹദാരണ്യോപനിഷത്ത് മുതലായ ഉപനിഷത്തുക്കൾ, ചാന്തോക്യോപനിഷത്ത്, വേദോപനിഷത്ത്, ഈശോപനിഷത്ത്, ശങ്കരാചാര്യരെ പോലെയുള്ള ഗ്രേറ്റ്
അരിസ്റ്റോട്ടൽ, ഗ്രേറ്റ് ഫിലോസഫർ, ഇവരെല്ലാം ഉദ്ധരിച്ചൊരു കാര്യത്തെയാണ് തെറ്റാണെന്ന് ആര് പറയുന്നത്? രാഹുൽ പറഞ്ഞു. എന്റെ അഭിപ്രായമല്ല, ശങ്കരൻ തന്നെ പറയുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി അഭിമാനാത് ബ്രഹ്മേത്യ അഭിധീയതേ എന്ന ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മപദത്തെ വിവക്ഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ബ്രാഹ്മണനല്ല ശത്രു, ബ്രാഹ്മണ്യമാണ് ശത്രു എന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. തന്നെയല്ല, ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാതി എന്നൊക്കെ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. നാരായണ ഗുരു തന്നെ പറഞ്ഞല്ലോ, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ തൽക്കാലം ഗുരുവിലേക്ക് പോകുന്നില്ല, കാരണം ഇവിടുത്തെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വർണ്ണാശ്രമമല്ല സനാതന ധർമ്മം എന്ന് തെളിയിക്കുന്ന ശ്ലോകങ്ങൾ കൊണ്ടുവരട്ടെ. നമുക്ക് അതിന്മേലാണ് നമുക്ക് ഇനി ചർച്ച നടത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കാര്യങ്ങൾ എളുപ്പമാക്കി. വർണ്ണാശ്രമധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ. ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ എവിടെയാണ് ജനനം വരുന്നത്? അദ്ദേഹം പറഞ്ഞു ഇല്ല. എവിടെയെങ്കിലും ജനനം വന്നു, തീർന്നില്ല. അദ്ദേഹം പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ തെറ്റാണെന്ന് പറയണം. 100% പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ തെറ്റാണ്. അങ്ങനെ അമ്പലത്തിൽ ആരെങ്കിലും കേൾക്കാന്ന് പറഞ്ഞാൽ അവർ 100% തെറ്റാണ്. ആർക്കാണ് അതിനോട് യോജിപ്പ്? ഏതെങ്കിലും ചരിത്രത്തിൽ ആരെങ്കിലും തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ തെറ്റിനെ പൊക്കിപ്പിടിച്ച് 100 വർഷം മുമ്പ് പുള്ളിക്ക് തെറ്റിയതാണ്. ആ തെറ്റിനെ ഇന്ന് ഏതെങ്കിലും ഹിന്ദു ജാതി വിവേചനം വെച്ച് അമ്പലത്തിൽ കയറണമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൺസർവേറ്റീവും ഓർത്തഡോക്സുമായിട്ടുള്ള ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അമ്പലങ്ങളിലേക്ക് എല്ലാവരും വരുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പാലിയം വിളംബരം ഉണ്ടായത്. എല്ലാ സമുദായങ്ങളിൽ നിന്നും പൂജാരിമാര് വരണം. NSSന് പൂജ പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ജാതീയതയുടെ പ്രശ്നമുണ്ട്. പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ തെറ്റാണെന്ന് പറയുന്നതിന് ആർക്കാ മടി? പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയ്ക്ക് സംസ്കൃതത്തിൽ 3 പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. തെറ്റ് മാത്രം എടുത്ത് ആ തെറ്റിനെ കൊണ്ടുപോകും. ഭരണഘടന തിരുത്താൻ പറ്റും, സനാതന തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു, തിരുത്താം. അങ്ങനെ തിരുത്തിയതല്ലേ വിവേകാനന്ദ സ്വാമികൾ ഒരുപാട് പുതിയ കാര്യം ചെയ്തത്? അങ്ങനെ തിരുത്തിയല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നത്? അങ്ങനെ തിരുത്തിയല്ലേ രാജാറാം മോഹൻ റോയും മഹാത്മാഗാന്ധി കൊണ്ടുവന്നത്? ഇത് തിരുത്താതെ അലംഘനീയമാണെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് മുഴുവൻ മോശമാണെന്ന് ചിത്രീകരിക്കാനാണ്. ഇത് ഒരു കാരണവശാലും മാറില്ല. ഞാൻ എന്തുകൊണ്ട് ആ കമ്പാരിസൺ പറയുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. ഈ അടുത്തിടയ്ക്ക് ഒരാളോട് പറഞ്ഞു, മുസ്ലിങ്ങൾ പാവമാണ്, അവർ പെട്ടുപോയതാണ്. ഞാൻ പറഞ്ഞു, എന്തിന് പെട്ടുപോയതാണ്? എനിക്ക് മുസ്ലിങ്ങളോട് വലിയ സ്നേഹം, പക്ഷെ അടിസ്ഥാനപരമായി ഖുർആൻ തെറ്റാണ്. ഈ തെറ്റായ ഖുർആൻ പഠിച്ചോണ്ടത് ഇങ്ങനെ ആയി പോയി. അപ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ സെക്കുലർ എന്ന് തോന്നും, പെട്ടെന്ന് കേൾക്കുമ്പോൾ ന്യൂട്രൽ എന്ന് തോന്നും. എന്നാൽ അടിസ്ഥാനപരമായി മുസ്ലിം വിരോധമാണ് പറയുന്നത്. അതേപോലെ വളരെ വളഞ്ഞ വഴിയിലൂടെ ഈ സനാതനവും മാറ്റാൻ പറ്റില്ല ആര് പറഞ്ഞു? സനാതനവും മാറ്റിയതല്ലേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. ക്ഷേത്രപ്രവേശന വിളംബരമടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തിയതല്ലേ വന്നത്. അദ്ദേഹം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആലങ്കാരികമായിട്ടാണ് ഈ ശ്ലോകങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് ഈ ശ്ലോകങ്ങളിൽ തെറ്റായ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ മാത്രമാണ് സനാതന ധർമ്മം സ്ഥാപിക്കുന്നതിന് എന്താ അർത്ഥം? നമ്മുടെ ലിവ്ഡ് എക്സ്പീരിയൻസിൽ അങ്ങനെ സനാതന ധർമ്മവും ഹിന്ദു ധർമ്മവും ഉയർത്തിപ്പിടിച്ച ആൾക്കാരുടെ ജീവിതവും നൂറ്റാണ്ടുകളിലൂടെ അവർ ആർജിച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി. ശങ്കരൻ ബ്രഹ്മതത്വത്തെ കുറിച്ച് ബ്രാഹ്മണന്റെ അഭിമാനമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഏത് കോണ്ടക്സിലാണ്? അതായത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം ബ്രാഹ്മണൻ എന്നല്ല. ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം ലോകം ഒഴിഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം, ഒരു മോണിസ്റ്റ് പ്രിൻസിപ്പിൾ ആണത്. അതാണ് ബ്രഹ്മതത്വത്തിന്റെ അടിസ്ഥാന അർത്ഥം. ആ ബ്രഹ്മതത്വത്തെ ബ്രാഹ്മണൻ എന്ന വാക്കിനോട് സിമിലർ ആയതുകൊണ്ട് ബ്രാഹ്മണന്റെ അഭിമാനമാണെന്ന് വ്യാഖ്യാനിച്ചാൽ എന്ത് സത്യസന്ധതയാണുള്ളത്? അപ്പൊ ഈ ചില വാക്കുകൾ മാറ്റിയാൽ എളുപ്പം വ്യാഖ്യാനിക്കാനുള്ള ഈസിയായ വഴികളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പോലും പറയുന്നത് സ്ത്രീകളെ ക്രൂശിക്കുന്ന, പിന്നോക്കക്കാരെ ക്രൂശിക്കുന്നതാണ്. ക്രൂശിക്കുന്ന യഥാർത്ഥത്തിൽ ബൈബിളിലാണ്. ഹിന്ദു ധർമ്മത്തിൽ ക്രൂശനം എന്നൊരു കാര്യമേ ഇല്ല. പക്ഷേ ആ വാക്കുകൾ എടുത്ത് ഇതിനെ ഡീമണൈസ് ചെയ്യാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. ശ്ലോകങ്ങൾ പറഞ്ഞപ്പോൾ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, ആ മയാസൃഷ്ടം ആയതുകൊണ്ട് തന്നെയാണ്, ഗുണകർമ്മ വിഭാഗസമായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിമാരിലൊന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിൽ പിറന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ അടക്കമുള്ള പാരമ്പര്യം എടുത്തു വന്ന ശ്രീ രാകേഷിന്റെ അച്ഛൻ കൂടിയായ ഞങ്ങളൊക്കെ വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പേർ ഈ രീതിയിൽ പൂജാ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേർ എന്താ പറയുക വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് സ്വാഗതം ചെയ്യും. ശബരിമലയിലെ മലയരയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒരുപക്ഷെ ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും. അവിടുത്തെ പ്രശ്നം ഈ മകരജ്യോതിക്കും മകരവിളക്കിനും മലയരേര് ദീപം തെളിയിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ്. ആ കേസ് കൊടുത്തിരിക്കുന്നത് ഞാനാണ്, ബ്രാഹ്മണനായ സനാതന വിശ്വാസിയായ ഞാനാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിലുണ്ട്.
അതുകൊണ്ട് ചരിത്രത്തിലെ തെറ്റുകളെ എടുത്ത് ഇപ്പം കുമാരല്ല ഭട്ടനും ശങ്കരാചാര്യനും എന്ത് പറഞ്ഞു നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ വിവേകാനന്ദനിൽ എന്തുകൊണ്ട് തർക്കിക്കാൻ താല്പര്യമില്ല? ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ട് തർക്കിക്കാൻ താല്പര്യമില്ല? ഗാന്ധിജിയിൽ എന്തുകൊണ്ട് തർക്കിക്കാൻ താല്പര്യമില്ല? അങ്ങനെ വരുമ്പോ ഇതിനെ ഡീമണൈസ് ചെയ്യാനും വക്രീകരിക്കാനും കരിവാരി തേക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നന്മയെ നന്മയായി കാണുകയും തിന്മയെ തിന്മയായി കാണുകയും അതിന്റെ തെറ്റിനെ മാറ്റുകയും ചെയ്യാം. അങ്ങനെ മാറ്റിയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ മാറ്റണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ കാലാന്തരത്തിൽ എല്ലാ വിശ്വാസധാരകളിലും സ്ഥാപിത താല്പര്യക്കാര് വരും, തെറ്റുകാര് വരും. യേശുക്രിസ്തു അവരുടെ പള്ളിയിൽ എന്റെ പിതാവിന്റെ ദേവാലയം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കച്ചവടത്തിനായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചാട്ടവാർ എടുക്കുന്ന രംഗങ്ങൾ പോലെ കാലാന്തരത്തിൽ പല അവതാര പുരുഷന്മാരും വന്ന് നമ്മുടെ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും അതിലുണ്ടായിരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യും. അതിലെ മാലിന്യങ്ങളാണ് ആ ധർമ്മം എന്ന് വിശ്വസിക്കുന്നത് പാർഷ്യനാണ്. ഇവിടത്തെ ചർച്ചാ വിഷയം സനാതന ധർമ്മമാണ്, ജാതീയതയല്ല. സനാതന ധർമ്മം ജാതീയതയാണെന്ന് പറഞ്ഞിട്ട് ജാതീയത തെറ്റാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. തെറ്റാണെന്ന് പറയുന്നത് നമ്മുടെ പശുവിനെ കുറിച്ച് 10 വരി എഴുതുക എന്ന് പറയുമ്പോൾ പശുവിനെ എന്നും രാവിലെ അമ്മ പോയി തെങ്ങിൽ കെട്ടും. തെങ്ങ് നമുക്ക് ധാരാളം തേങ്ങ, അതിന് തെങ്ങ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷങ്ങളിൽ ഒന്നാണ്. കേര എന്ന പേരിൽ നിന്നാണ് കേരളം ഉണ്ടായെന്ന് പറയുന്നത് പോലെയാണ്. പശുവിനെ കുറിച്ച് പറയുമ്പോൾ പശു തെങ്ങിൽ കെട്ടുന്നു. ആ തെങ്ങിന്റെ ഗുണഗണങ്ങൾ പറയുന്നതിന് പകരം ആ വാദഗതിയെ ഉപയോഗിക്കുന്നില്ല. ഇതിനെ സർവതല സ്പർശി അല്ലെങ്കിൽ ഹോളിസ്റ്റിക്കലി കാണണം. അതിൽ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ശരിയാണ്, ജാതീയത തെറ്റാണ്, നമ്മളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്. എന്നാൽ ഇതിന്റെ ഫിലോസഫി, നന്മ, ലിറ്ററേച്ചർ, സംഗീതം, ദാർശനികത, ഇതിന്റെ മെറ്റാഫിസിക്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ നല്ലതാണ്. അതിനെ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ സബ്മിഷൻ. ശ്യാം രണ്ടാമത്തെ ആരും ഒരു ഓഡിയൻസിൽ നിന്ന് കൈയടിച്ചിട്ട് ആരും പ്രോത്സാഹിപ്പിക്കേണ്ട, കേട്ടാൽ മതി. സനാതനധർമ്മം ജാതി തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അത് മഹത്തരമല്ല എന്നുള്ളതാണ് എൻ്റെ വാദം. സനാതനധർമ്മം ജാതി അല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാദഗതികളും സഹസംവാദകൻ ഇതുവരെ ഉന്നയിക്കുകയുണ്ടായില്ല. കാരണം നമ്മുടെ ടൈറ്റിൽ എന്താണ്? വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളിലെ സനാതനധർമ്മം മഹത്തരം എന്നുള്ളതാണ് വിഷയം. ഞാൻ അതിൽ നിന്നാണ് സംസാരിക്കുന്നത്. വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളിലെ സനാതനധർമ്മം മഹത്തരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനെ ഖണ്ഡിക്കുന്ന ഒരു വാദഗതിയും വേദത്തെയോ സ്മൃതിയെയോ ഇതിഹാസങ്ങളെയോ പുരാണങ്ങളെയോ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതുവരെ പറഞ്ഞതായി കാണുന്നില്ല. എൻ്റെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഞാൻ ഈ സെഷനിൽ, ഞാൻ മലയാളികളുടെ പ്രശ്നം ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഞാൻ മലയാള ബ്രാഹ്മണ വിഷയമാണ്, അവിടുത്തെ മേൽശാന്തി നിയമനത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത്. മലയാളികളുടെ പ്രശ്നമല്ല. 2, സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുത്, പുരോഹിതരായി പ്രവേശിപ്പിക്കരുതെന്ന് തന്ത്രസമുച്ചയാദി ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇപ്പോൾ കാണുന്നുള്ളതാണ് വാദം. അങ്ങനെയാണ് എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, പൂജാരിമാരായിട്ട് എന്തുകൊണ്ട് സ്ത്രീകളെ കയറ്റുന്നില്ല? തത്വമസി എന്ന് പറയും നമ്മൾ. പക്ഷേ ഒരു അവർണനെ കണ്ട തത്വമസി പ്രവർത്തിക്കാത്ത എന്തുകൊണ്ടാണ്? തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് എന്ത് പറയുന്നത്? ചണ്ടാളരെ ആവശ്യകതയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തത്വമസി എഴുതിയ ചാന്തോക്യോപനിഷത്തിൽ തന്നെ. അല്ല എന്ന് ചാന്തോക്യോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് സനാതന ധർമ്മം തന്നെയാണ് ജാതി. അത് ആടിനെ പട്ടിയാക്കിയതല്ല, പട്ടി തന്നെയാണ്. നമ്മൾ ആടിനെ പട്ടിയാക്കേണ്ട ആവശ്യമില്ല. അത് പട്ടി തന്നെ, അല്ലെങ്കിൽ പശു തന്നെ, തെങ്ങ് തന്നെ. അതിനെ തെങ്ങിനെ മാവാക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതം ഉച്യതേ. തെളിവുകളില്ലാതെ ഞാൻ സംസാരിക്കില്ല. ഞാൻ ആധികാരികമായ ഗ്രന്ഥങ്ങൾ തെളിവുകളില്ലാതെ സംസാരിക്കില്ല എന്നാണ് 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത സൈദ്ധാന്തികനും പണ്ഡിതനുമായ മല്ലിനാഥൻ പറഞ്ഞത്. ഇതൊക്കെ 16-ാം നൂറ്റാണ്ടാണ്, 18-ാം നൂറ്റാണ്ടാണെന്നൊക്കെയാണ് ആക്ഷേപം. പക്ഷെ ഈ 16-ാം നൂറ്റാണ്ടിലെ 18-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളല്ലേ ഇപ്പോഴും കൊണ്ടു നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കൊണ്ടു നടക്കണമെന്നില്ല, കൊണ്ടു നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഗുരുവായൂരിൽ ഏതൊരു ആൾക്കും പാലക്കാരനാകാൻ പറ്റണം. വിശ്വാസിയായ ആൾക്കും മലയാള ബ്രാഹ്മണരല്ലാത്ത ആർക്കും എന്താകാൻ പറ്റണം? ശബരിമല പൂജാരി ആകാൻ പറ്റണം. അങ്ങനല്ലേ വേണ്ടത്? ചെട്ടുകുളങ്ങരയിൽ ആർക്കും പൂജാരി ആകാൻ പറ്റണം. അത് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സനാതന ധർമ്മം ജാതിയാണെന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്ന ജാതി അല്ല എന്ന് തെളിയിക്കണം. എന്ത് വേണം? ഈ സംസ്കൃതത്തിലുള്ള കൊട്ടേഷൻ ഉദ്ധരിച്ചാൽ മതി. സനാതന ധർമ്മം ജാതി അല്ല എന്ന് പറയുന്നത് ഇതാണ്ട് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നു ജാതി അല്ല എന്ന്. ഭഗവത്ഗീത വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജാതിയാണ് എന്ന്. വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യര് അതിന് ഭാഷ എഴുതുമ്പോൾ ശങ്കരാചാര്യർക്ക് സംശയമില്ല ഇത് ജാതി അല്ല എന്ന്. ജാതിയാണ് എന്നുള്ളതിന് ശങ്കരാചാര്യർക്ക് മറ്റൊരു അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് സനാതന
ജാതി തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ. അതായത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി ധർമ്മത്തെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഗുരുവിലേക്ക് പോകുന്നില്ല, ഗുരുവിലേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഒരു കാര്യം മാത്രം പറയാം, വർണ്ണാശ്രമം ജാതി തന്നെയാണ് എന്ന് ഗുരു വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സി കേശവശാസ്ത്ര പുസ്തകം സംഭാഷണം സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം നോക്കിയാൽ വർണ്ണാശ്രമം എന്ന് പറയുന്നത് ജാതിയാണ് എന്ന് ഗുരുവിന് എതിരഭിപ്രായമൊന്നുമില്ല. അപ്പം ഈ ബ്രാഹ്മണത്വാദി ജാതി ഭേദങ്ങളാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അത് അസമത്വ സാമൂഹിക ക്രമമാണ്. ആ അസമത്വ സാമൂഹിക ക്രമങ്ങളാണ് ജാതി എന്ന് പറയുന്നത്. അത് അല്ലെന്ന് തെളിയിക്കേണ്ടത് ആരാണ്? അതല്ല എന്ന് വാദിക്കുന്നവരാണ്. പക്ഷെ സനാതന ധർമ്മം ജാതി അല്ല എന്ന് വാദിക്കുന്ന ഒരു പോയിന്റ് പോലും ഇതുവരെ ഉദ്ധരിക്കപ്പെട്ടില്ല. കാരണം നമ്മുടെ വിഷയം എന്താണ്? വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളില് സനാതന ധർമ്മം മഹത്തരമോ ആണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. അത് വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളില് സനാതന ധർമ്മം മഹത്തരമാണെങ്കിൽ അപ്പം ശബരിമലയിലാർക്ക് ആ വിഷയത്തിൽ ഉള്ള സംവാദം എവിടെ അവസാനിക്കും? ശബരിമലയിൽ അവർണരായ പൂജാരിമാർക്ക് പ്രവേശനം കിട്ടിയാൽ തീരും. ഗുരുവായൂർ ആർക്കും പ്രവേശനം കിട്ടിയാൽ അവസാനിക്കും. അപ്പൊ അതിന്റെ അർത്ഥം സനാതന ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതിയാണ് എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം തെളിയുന്നത്. അതുകൊണ്ട് ആടിനെ പട്ടിയാക്കിയതോ പട്ടിനെ ആടാക്കിയതോ, പശുവിനെ പറ്റി ഉപന്യാസം എഴുതാൻ പറയുമ്പോൾ തെങ്ങിനെ പറ്റി ഉപന്യാസം എഴുതാം, പശുവിനെ പറ്റി തന്നെ ഉപന്യാസം എഴുതിയത്. പക്ഷേ സഹസമ്പാദകൻ അത് തെങ്ങിനെ പറ്റിയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ തെങ്ങിനെ പറ്റിയല്ല ഉപന്യാസം എഴുതിയത്, ഞാൻ പശുവിനെ പറ്റിയാണ്. ആ പശു വിശുദ്ധ പശുവായ സനാതന ധർമ്മമാണ്. മെറ്റഫറിക്കലായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അത് വളരെ ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും ഏത് ഗ്രന്ഥങ്ങളും തന്ത്രസമുച്ചയം 200-ലധികം തന്ത്രഗ്രന്ഥങ്ങൾ കേരളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ പോയിന്റ് അടിയേറ്റതിൽ സന്തോഷം തോന്നും. സനാതന ധർമ്മം ജാതിയാണ് എന്ന ഇക്വേഷൻ സ്ഥാപിക്കാനാണ് അദ്ദേഹം നോക്കിയത്. ആ സനാതന ധർമ്മം ജാതിയാണെന്ന് സ്ഥാപിച്ചിട്ട് ജാതി തെറ്റാതെ സ്ഥാപിക്കാൻ നോക്കും. അവിടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല, സനാതന ധർമ്മം ജാതിയല്ല. അതിൽ ജാതീയത വന്നിട്ടുണ്ട്, പക്ഷെ അത് ജാതിയല്ല. ജാതിക്ക് അതീതമായ ജാതീയതയ്ക്ക് അതീതമായ തലങ്ങളുണ്ട്. ഇനി അദ്ദേഹത്തോട് യോജിപ്പുള്ള പോസിറ്റീവ് കാര്യം പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും ശബരിമലയിലും ഗുരുവായൂരിലും ബ്രാഹ്മണ്യാർജിത ശാന്തി വേണം എന്ന് തന്നെയാണ് നിലപാട്. അത് നിലപാട് മാത്രമല്ല, അതിനുവേണ്ടി 10 വർഷത്തോളം ക്വാളിഫിക്കേഷൻ ഉള്ള ഈഴവ നായർ സമുദായങ്ങളിൽ നിന്ന് 2 പേരെ ഞാൻ വ്യക്തിപരമായി മുൻകൈ എടുത്ത് 2015 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആപ്ലിക്കേഷൻ കൊടുപ്പിച്ചു. ദൗർഭാഗ്യവശാൽ അത് മുമ്പോട്ട് പോയില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം ജാതിയല്ല, മലയാള ബ്രാഹ്മണനാണ്. അവിടെ നോക്കണം, തമിഴ് ബ്രാഹ്മണന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ജാതിയാണോ പ്രശ്നം? തമിഴ് ബ്രാഹ്മണന് കൊടുക്കാൻ പറ്റില്ല, തെലുങ്ക് ബ്രാഹ്മണന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ബ്രാഹ്മണ്യം ആർജിച്ച ആൾക്ക് വേണമെന്ന് തന്നെയാണ്. 2, അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ വളരെ എളുപ്പമായി. അവിടെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഡിവൈൻ ഓർ ഡെവിൾ ലൈ ഇൻ ദ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസിലാണ് കളി. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല. ശബരിമലയിൽ എല്ലാ വർഷവും 5 ലക്ഷം സ്ത്രീകളാണ് വരുന്നത്. 5 ലക്ഷം സ്ത്രീകളാണ് വരുന്നത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ആദ്യം അറസ്റ്റിലാകുന്നത് എന്റെ 80 വയസ്സായ മുത്തശ്ശിയും രണ്ടാമത് എന്റെ 62 വയസ്സുള്ള അമ്മയുമാണ്. അവർ സ്ത്രീകളല്ലേ. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നോ വേണ്ടെന്നോ വാദിക്കാം. അതായത് 10 വയസ്സിന് മേളിലുള്ള 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും 50 വയസ്സിന് മേളിലുള്ള സ്ത്രീകളും ഇവിടെ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇതിന് വിശ്വസിക്കണമെന്നൊന്നും പറയുന്നില്ല, ഇതിനെ എതിർക്കാം. പക്ഷേ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇതേവരെ സ്വീകരിച്ച അതേ സ്ട്രാറ്റജിയിലാണ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. ഇത് അദ്ദേഹം മാത്രമല്ല, സുപ്രീം കോടതിക്ക് വരെ ഉണ്ടായ തെറ്റിദ്ധാരണയാണ്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്ന ഒരു സ്ഥലമാണ്, അപ്പോഴാണ് സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അതിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠാ സങ്കല്പം കാരണമാണ്. അത് വേണ്ടെന്ന് നിങ്ങൾക്ക് വാദിക്കാം, വേണമെന്ന് വാദിക്കാം. പക്ഷേ ഒരു ഡിബേറ്റിൽ അത് മിസ്റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് തന്നെയാണ് സനാതനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്നിട്ടും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നില്ലെന്ന് പറയുന്നു. ഇതേപോലെ സനാതന ധർമ്മത്തിനെ എതിർക്കാനുള്ള വാചകം ഞാൻ പറഞ്ഞില്ല. എന്റെ വാദഗതി കൃത്യമാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ശ്ലോകങ്ങൾ പറയാൻ പറഞ്ഞാൽ ശ്ലോകമായി പറയുകയാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസാം. ഗുണങ്ങളും കർമ്മത്തിനും അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം ഉണ്ടാകുന്നത്. ഇതിലെവിടെയാണ് ജന്മം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇതിലെവിടെയാണ് ജാതി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇതിലെവിടെയാണ് ജനിക്കുമ്പോൾ മാത്രമാണ് ഇത് അസയുണ്ടാകുന്നത് എന്ന് പറയുന്നത്?
നേരത്തെ ഞാൻ ചോദിക്കുന്നുണ്ടായി, വിശ്വാമിത്രൻ പിന്നെ എങ്ങനെയാണ് സന്യാസിയായത്? വിശ്വാമിത്രൻ ബ്രാഹ്മണ സമുദായത്തിൽ പറഞ്ഞ വ്യക്തിയല്ല. അപ്പോ ശ്ലോകങ്ങൾ വളരെ സ്പെസിഫിക്കലി എടുത്ത് പറയുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളത് നിങ്ങളെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഭഗവത്ഗീത കൃത്യമായിട്ട് പറയുന്നുണ്ട് ജാതിയാണ്. അടുത്ത വരി ശ്രദ്ധിക്കണം. ഭഗവത്ഗീതയുടെ ഭാഷ എഴുതുമ്പോൾ ശങ്കരൻ അങ്ങനെ എഴുതി. ശങ്കരന്റെ ഭാഷ മാത്രമാണോ ഭഗവത്ഗീതയ്ക്കുള്ളത്? അദ്ദേഹത്തിന്റെ വരിയാണ് ഞാൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ ജാതിയുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ വാദം? ഭഗവത്ഗീതയുടെ ഭാഷ എഴുതുമ്പോൾ ശങ്കരാചാര്യ എഴുതിയത്. എനിക്ക് ശങ്കരാചാര്യന്റെ വലിയ ബഹുമാനമാണ്. പക്ഷേ വിവേകാനന്ദ സ്വാമി എനിക്ക് വിമർശിച്ചതുപോലെ ശങ്കരാചാര്യന്റെ ബുദ്ധി വലുതാണ്, ഹെഡ് വലുതാണ്, അത്രമാത്രം ഹാർട്ട് ശങ്കരൻ ഇല്ലാന്ന് വിവേകാനന്ദ സ്വാമി ശങ്കരാചാര്യനെ ബഹുമാനത്തോടെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ഭാഷ്യം ശങ്കരൻ എഴുതിയപ്പോൾ ശങ്കരന് ജാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ജാതി ഉണ്ടെന്നായി. ഇവിടെയാണ് വളരെ ഈസി ആയിട്ട് ആട് പട്ടിയും പേപ്പട്ടിയും മോശക്കാരനും ആവുന്നത്. ഇവിടെ നമ്മൾ ഓണസ്റ്റ്ലി തുലനം ചെയ്തില്ലെങ്കിൽ, ഓണസ്റ്റ്ലി ഇതിനെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ മറ്റൊരാളുടെ വ്യാഖ്യാനം അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോ ഈ രീതിയിലുള്ള അക്കാഡമിക് ഗ്യാപ്സോ ഇന്റലക്ച്വൽ ഗ്യാപ്സോ നമ്മുടെ വാദങ്ങളിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തൊരു വാദഗതിയാണ്. അങ്ങനെയല്ല നമ്മൾ വരുന്നത്. ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ തെറ്റുകൾ വെച്ച് ഇതിനെ മുഴുവൻ നിർവചിക്കാനുള്ള ശ്രമമാണ്. നേരത്തെ ക്ഷേത്ര പ്രവേശന വിളംബരം പറഞ്ഞു. ഞാൻ കോടതിയുടെ അടക്കമുള്ള വിധിന്യായം കാണിച്ചു. ശബരിമല പണ്ട് മുതലേ എല്ലാ ജാതികൾക്കും എല്ലാ മതങ്ങൾക്കും പ്രവേശനമുണ്ടോ? അദ്ദേഹം യാതൊരു മറുപടിയും പറയുന്നില്ലല്ലോ. അന്ന് ജാതി അതായത് 932 മുമ്പേ ഉണ്ടായിരുന്നു. എത്രയോ അല്ലാത്ത ഇൻസിഡൻസ് ബസവേശ്വരന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഗാനപതയ സെറ്റ് ഉണ്ടാക്കിയ മോറിയ, നിങ്ങൾ എല്ലാവരും ഗണപതി ബപ്പ മോറിയ എന്ന് കേട്ടതാണ്. മോറിയ ഗോസാവി എന്നൊരു വ്യക്തിയാണ്. കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ ഉണ്ടായിരുന്ന മോറിയ ഗോസാവിയെ ഓർക്കാനാണ് ഗണപതി ബപ്പ മോറിയ. അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ ജാതീയത ഇല്ലായിരുന്നു. അങ്ങനെ എത്രയോ പേർ, അല്ലെങ്കിൽ നമ്മുടെ വൈഷ്ണവ സെയിൻസ്, അല്ലെങ്കിൽ രാമാനുജൻ അടക്കമുള്ള കരുണാനിധി പോലും അംഗീകരിക്കുന്ന ആൾക്കാർ. അപ്പോ തെറ്റ് മാത്രം എടുത്തു വെച്ച് തെറ്റ് പറയുക, എന്നിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ആ തെറ്റിനെ കൗണ്ടർ ചെയ്യാൻ ശരിയുമുണ്ടെന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ തെറ്റാന്ന് പറയുക. അവിടെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാദങ്ങളെ പൂർണ്ണ ബഹുമാനത്തോടെ യോജിക്കുന്നു. അതിലൊന്നാണ് ശബരിമലയിലെ ബ്രാഹ്മണ്യാർജിത ശാന്തി. 100% യോജിക്കുന്നു. നമ്മുടെ നാട്ടിൽ ശബരിമലയിലും ഗുരുവായൂരിലും അടക്കം ബ്രാഹ്മണ്യാർജിത ശാന്തികൾ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പഠിക്കാനും മറ്റും വരണം. ഞാനൊരു പക്ഷേ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. ഞാൻ കൂടുതൽ പൂജയും മറ്റും പഠിക്കുന്ന വ്യക്തിയല്ല. കൂടുതൽ തർക്കവും കൂടുതൽ മറ്റു കാര്യങ്ങളിലും സോഷ്യൽ കാര്യങ്ങളിലും ഇടപെടുന്നതാണ്. എന്നാൽ സാത്വിക ഭാവമുള്ള ഈ പഠനത്തിനോട് താല്പര്യമുള്ള എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള വ്യക്തിമാർ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആശയതലത്തിനപ്പുറം പ്രയോഗ തലത്തിലേക്ക് ഇതിന്റെ നന്മകൾ കൊണ്ടുവരാൻ കഴിയുക. ആ കൊണ്ടുവരാൻ ശാംസാർ അടക്കം ഞങ്ങളെ സഹായിക്കണമെന്നും, അല്ലാതെ അന്ധമായി കരിവാരി തേക്കാനോ ഡീമണൈസ് ചെയ്യാനോ ബ്ലാക്കൻ ചെയ്യാനോ അല്ല. നേരത്തെ പറഞ്ഞ സ്പെസിഫിക് വാദഗതികൾ, പ്രിസൈസ് ആയിട്ടുള്ള മൂർച്ചയുള്ള വാദഗതികളും കൊട്ടേഷൻസും ഞാൻ പറഞ്ഞത് ആ ചരിത്രത്തിലെ നന്മകളെ കാണാതിരിക്കണമെന്നാണ് അഭ്യർത്ഥന. വർണ്ണമാണെങ്കിലും ജന്മമാണെങ്കിലും ജാതിയാണെങ്കിലും അസമത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന അസമത്വമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ശങ്കരാചാര്യൻ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളുടെ ഭാഷ്യമാണ്. പക്ഷെ ഏറ്റവും പഴയ ഭാഷ്യം എന്നുള്ള നിലയ്ക്ക് ശങ്കരൻ ഒരു ഗ്രേറ്റ് ഫിലോസഫർ, കോട്ടാൻകോട്ട് ഫിലോസഫർ എന്ന് കരുതപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്യം ഉദ്ധരിച്ചത്. എനിക്ക് വേണമെങ്കിൽ 100 കണക്കിന് ഭഗവത്ഗീത ഭാഷ്യങ്ങൾ ഉദ്ധരിക്കാം. പക്ഷെ അതിന് തയ്യാറാകാത്തത് ശങ്കരന്റെ ആധികാരിക വക്താവാണ്, ആധികാരിക ഭാഷ്യകാരനാണ് എന്ന് അംഗീകരിക്കപ്പെടുന്നതുകൊണ്ടാണ്. ശങ്കരൻ പറയുന്നു, ചത്വാരോ വർണ്ണാഹ ചാതുർവർണ്ണ്യം മയാ ഈശ്വരേണ സൃഷ്ടം ഉത്പാദിതം ബ്രാഹ്മണോസ്യ മുഖമാസീത് ഇത്യാദി ശ്രുതേഹേ എന്ന് ശങ്കരൻ പറയുന്നു. ഋഗ്വേദത്തിലെ ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന ശ്രുതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണങ്ങളും ഉണ്ടായത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സത്വോപസർജന രജഃപ്രധാനസ്യ ക്ഷത്രിയസ്യ ശൗര്യത്തേജഃ പ്രഭൃതീനി കർമാണി തമ ഉപസർജന രജഃപ്രധാനസ്യ വൈശ്യസ്യ കൃഷ്യാദീനി കർമാണി. വൈശ്യർക്ക് കൃഷിയാണ് കർമ്മം. എന്തുകൊണ്ട് ബ്രാഹ്മണർക്ക് കൃഷി ചെയ്യണമെന്ന് ഭഗവത്ഗീത പറയുന്നില്ല? ഭഗവത്ഗീതയില് എന്തുകൊണ്ട് ശൂദ്രന് പൂജ ചെയ്യണമെന്ന് ഭഗവത്ഗീത പറയുന്നില്ല? ശരി, നമുക്ക് ജന്മത്തിന്റെ കാര്യം നോക്കാം. വർണ്ണത്തിന്റെ കാര്യത്തിലേക്ക് ചർച്ച നിർത്തിയാൽ എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ വൈശ്യന് കൃഷി ഇത് ചെയ്യാമെന്ന് പറയാത്തത്, യജ്ഞം ചെയ്യാമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ശൂദ്രന് യാഗം ചെയ്യാൻ, ശൂദ്രന് വേദാധികാരം ഉണ്ട് എന്ന് എന്തുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നില്ല? അതാണ് ചോദ്യം. പിന്നെ ബ്രാഹ്മണാർജിത ശാന്തി എന്നുള്ളതല്ല, പൂജ പഠിച്ച ആർക്കും ശാന്തി എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ പ്രായനിയന്ത്രണം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ വിശ്വാമിത്രന്റെ, അദ്ദേഹം ബ്രാഹ്മണനായതിനെ പറ്റി, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ബ്രാഹ്മണനായില്ല എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ബ്രാഹ്മൺ പറയുന്നത് ദിഗ്ബലം ക്ഷത്രിയബലം ബ്രഹ്മതേജോബലം ബലം ഏകേന ബ്രഹ്മദണ്ഡേന സർവാസ്ത്രാണി ഹതാനി മേ തദേത പ്രസമീക്ഷ്യാഹം പ്രസന്നേ
ബ്രഹ്മേന്ദ്രിയമാനസഃ തപോമഹത് സമാസ്തേസി യദ്വൈ ബ്രഹ്മത്വകാരണം. പറയുകയാണ്, ക്ഷത്രിയ ബലം നിസാരം, ബ്രഹ്മതേജോ ബലം തന്നെയാണ് ബലം. ഏക ബ്രഹ്മദണ്ഡത്താൽ എന്റെ എല്ലാ അസ്ത്രങ്ങളും നിഹരിക്കപ്പെട്ടുവല്ലോ എന്ന് പറയുന്ന ആരാണ്? വിശ്വാമിത്രനാണ് പറയുന്നത്. വാൽമീകി രാമായണം ബാലകാണ്ഡം 56, 23 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ. ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ട് പോലും യഥാർത്ഥ ബ്രാഹ്മൺ കോട്ടാൻകോട്ട് വസിഷ്ഠന്റെ മുമ്പിൽ ആര് പരാജയപ്പെട്ടു? വിശ്വാമിത്രൻ പരാജയപ്പെട്ടു എന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നതല്ല, വാൽമീകി രാമായണം തന്നെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം ആടിനെ പട്ടിയാക്കിയതല്ല. അദ്ദേഹം പറഞ്ഞതിനെ റെട്ടറിക്കായി തർക്കുത്തരത്തിൽ തന്നെ മറുപടി പറയാം. അദ്ദേഹം ഈ കഴിഞ്ഞ 3 മണിക്കൂറിൽ സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല. ജാതീയതയ്ക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു, നല്ലതാണ്. ആരും ജാതീയതയോട് യോജിക്കുന്നില്ല. അദ്ദേഹം സനാതന ധർമ്മത്തെ കുറിച്ചേ അല്ല പറയുന്നത്, ജാതീയതയെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ജാതീയത ഇക്വൽസ് സനാതന ധർമ്മം എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഞാൻ നേരെ തിരിച്ച് നാളെ യുക്തിവാദ പഠനകേന്ദ്രം ജാതീയതയെ കുറിച്ച് ഒരു തർക്കം വെക്കട്ടെ, ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാനത് പറയില്ല. കാര്യം അദ്ദേഹം പറയുന്നതിൽ എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ട്. കാര്യം സനാതന ധർമ്മം പ്രാക്ടീസ് ചെയ്യപ്പെട്ട രീതിയിൽ ജാതീയത കടന്നുകൂടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ സനാതന ധർമ്മം ജാതീയതയാകുന്നത് എങ്ങനെയാണ്? എല്ലാ സമുദായത്തിലും തെറ്റും മോശവും ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. അത് വെച്ച് അതിനെ നിർവചിക്കുന്നതിന് എന്താ അർത്ഥം? നേരത്തെ അദ്ദേഹം പറഞ്ഞു, രസകരമായ കൊട്ടേഷൻ ശ്ലോകം പറയാൻ പറഞ്ഞു, സ്പെസിഫിക് ശ്ലോകം പറഞ്ഞു, ചാതുർവർഗ്ഗം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗസാം. അതിലെവിടെയാണ് ജന്മം? പെട്ടെന്ന് അദ്ദേഹം ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് പറഞ്ഞു അത് ജന്മവും വർണ്ണവും ജാതിയും ഒക്കെ ഒന്നാണ് എന്ന് ആര് പറയുന്നു? എന്ന് ഇദ്ദേഹമല്ലേ പറയുന്നത്? ജന്മവും വർണ്ണവും ജാതിയും ഒന്നാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും അതിന് അതായത് ആദ്യം ഇത് മോശമാണെന്ന് സ്ഥാപിക്കാനുള്ള മുൻവിധിയോടുകൂടി പോകുന്നതാണ് പ്രശ്നം. ശങ്കരാചാര്യന്റെ ജീവിതം എടുക്കാം. ശങ്കരനെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1-2 കാര്യങ്ങളിൽ വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള അദ്വൈത ദർശനം പഠിച്ച രീതിയിൽ അഭിപ്രായ വൈവിധ്യമുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ വ്യാഖ്യാനമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശങ്കരാചാര്യന്റെ ജീവിതത്തിൽ മനീഷ പഞ്ചകമുണ്ട്. മനീഷ പഞ്ചകത്തിൽ ഒരു ചണ്ടാളൻ ശങ്കരാചാര്യന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ശങ്കരാചാര്യ ആദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയ അല്ലെങ്കിൽ അബോധമായി കിടക്കുന്ന ജാതിബോധം പ്രവർത്തിക്കുമ്പോൾ അവസാനം ചണ്ടാളൻ അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി. അതിനുശേഷം ഈ ചണ്ടാളൻ തന്റെ ഗുരുവായി സ്വീകരിക്കുന്ന ശങ്കരാചാര്യനെയാണ് നമുക്ക് മനീഷ പഞ്ചകത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ കാണാതെ പോകുന്നത്? ഇതിൽ അദ്ദേഹത്തിന്റെ വാദഗതി അതൊരു ആർഗ്യുമെന്റ് ടെക്നിക്കാണ്. വേണമെങ്കിൽ എനിക്കൊന്ന് ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒരു വരി പോലും ഇദ്ദേഹം സനാതന ധർമ്മത്തെ കുറിച്ച് പറയാതെ വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ചും ജാതീയതയെ കുറിച്ചും പറയുന്നുണ്ട്. ജാതീയതയെ കുറിച്ചല്ല, സനാതന ധർമ്മത്തെ കുറിച്ചാണ് ഇവിടെ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിബേറ്റ് എവിടെ എത്തും? പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നതിൽ എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത് എനിക്ക് മടിയില്ല. 2, മുഖത്ത് നിന്ന് വരുന്ന പുരുഷ സൂക്തമൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയുണ്ടായി. ഗീതയുടെ ഭാഗമായിട്ടൊക്കെ മെൻഷൻ ചെയ്യുക, വേദങ്ങളുടെ ഭാഗമായിട്ട് മെൻഷൻ ചെയ്യുകയുണ്ടായി. ചരിത്രത്തിൽ തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ തത്വം ഇതാണ്: മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ വരുന്നു എന്നല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണന് മാത്രമേ പൂജ ചെയ്യാവൂ എന്നല്ല, തിരിച്ചാണ്. പൂജ ചെയ്യുന്നവനാരോ അവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അഥവാ രാജ്യത്തെ രക്ഷിക്കുന്നതാരോ അവനെയാണ് ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നത്. കാലാന്തരത്തിൽ അത് തിരിച്ചായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിന്റെ അഡ്ജക്റ്റീവ്, ആ അഡ്ജക്റ്റീവിനെ പറയുന്നത് ഈ കാര്യം ചെയ്യുന്ന ആൾ, മുഖത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ, പഠനം, വേദാധ്യയനം തുടങ്ങിയ കാര്യങ്ങൾ അത് ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ. കൈവച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ, ആയുധം ഉപയോഗിക്കുക, പോവുക, അതാണ് ക്ഷത്രിയൻ വരുന്നത്. കാല് വെച്ച് അല്ലെങ്കിൽ തുടകൾ വെച്ച് പോകുന്നു, അതാണ് യഥാർത്ഥത്തിൽ വൈശ്യൻ. കാലാന്തരത്തിൽ ഇത് തെറ്റായി മാറിയുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുദേവനെ അന്നത്തെ ചില ബ്രാഹ്മണർ ചെന്ന് കാണുകയും ശ്രീനാരായണ ഗുരുദേവൻ ഈ നൂറ്റാണ്ടിന്റെ ബ്രാഹ്മണാത്മാവാണ് എന്ന് അദ്ദേഹത്തിന് ഒരു ഫലകം പോലെ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഇതിലെ തെറ്റുകളെ മാറ്റാൻ വില്ലിംഗ് ആയ ബാക്കി എല്ലാ മതസമുദായങ്ങളെക്കാളും പരിഷ്കരണത്തോട്, പരിവർത്തനത്തോട്, ചേഞ്ചിനോട് അനുകൂലിച്ച് നിൽക്കുന്ന സമൂഹത്തിലുള്ളതാണ് ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും മാറ്റങ്ങളെ സ്വാംശീകരിക്കാനും, നല്ല മാറ്റങ്ങളെ, എല്ലാ മാറ്റങ്ങളെ അല്ല, അല്ലെങ്കിൽ തെറ്റായ മാറ്റങ്ങളെ അല്ല, ബാക്കി അവിശ്വാസികളും നിരീശ്വരവാദികളും പറയുന്ന മാറ്റങ്ങളെ അല്ല, ജീവിതത്തിൽ ഒരിക്കലും അമ്പലത്തിലും പള്ളിയിലും പോവാതെ അയ്യപ്പനെ കാണാൻ വരണമെന്ന് പറയുന്ന രഹനാപാത്തിമാരുടെ മാറ്റങ്ങളെ അല്ല നമ്മൾ അംഗീകരിക്കുന്നത്. പകരം നല്ല മാറ്റങ്ങളെയും പോസിറ്റീവായ കാര്യങ്ങളെയും അംഗീകരിക്കാനും, തെറ്റുണ്ടെങ്കിൽ തിരുത്താനും, തെറ്റോ ശരിയോ എന്ന ഡിബേറ്റ് ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യാനും, ശരികളെ ആഘോഷിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. സനാതന ധർമ്മം ഈസ് നോട്ട് ഈക്വൽ ടു വർണ്ണാശ്രമ ധർമ്മം. സനാതന ധർമ്മം ഈസ് നോട്ട് ഈക്വൽ ടു ജാതീയത. അതിന്റെ ചരിത്രത്തിലെ തെളിവുകളും ഭഗവത്ഗീതയിലെ ശ്ലോകവും അതിൽ ജന്മമില്ലാന്നുള്ള വളരെ സ്പെസിഫിക് പോയിന്റുമാണ്. നിങ്ങൾ ആ ശ്ലോകം തന്നെ നോക്കിയാൽ അതിൽ ജനനാലാണ് ഇത് വരുന്നതെന്ന് പറയുന്നില്ല. കർമ്മവും ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗസ.
ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് വേണം. കാലാന്തരത്തിൽ അത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആധുനിക കാലത്ത് CPM ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൊന്നാണ്, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, യദു അടക്കമുള്ള ആൾക്കാർ പൂജയിലേക്ക് വരുന്നതും പിന്നോക്ക എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പൂജാരിമാര് വരുന്നതും മന്ത്രിമാര് വരുന്നതും ഒക്കെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. അത്തരം കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. അത്തരം കാര്യങ്ങൾ നല്ലതുമാണ്. പക്ഷേ തെറ്റുകളെ വെച്ച് നിർവചിക്കുക എന്നുള്ളത് മനസ്സിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഫോബിയ. അപ്പോ ബ്രാഹ്മണ ഫോബിയയും ഇസ്ലാമോ ഫോബിയയും അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു ഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും ഇല്ലാതെ തെറ്റുകളെ വെച്ച് മാത്രം ഏതെങ്കിലും സമുദായത്തെയോ സമൂഹത്തെയോ നിർവചിക്കാതെ അവസാന വഴി പറഞ്ഞാൽ തെറ്റിനെ തെറ്റായി കാണുക, ശരിയെ ശരിയായി കാണുക, ശരിയെ വെച്ച് തെറ്റിനെ മറക്കണ്ട, അതേപോലെ തെറ്റിനെ വെച്ച് ശരിയെ മറക്കണ്ട, ശരിയെയും തെറ്റിനെയും വേർതിരിച്ചറിയാനും എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ട്. ആ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനും നമുക്ക് കഴിയട്ടെ. കണ്ണടച്ച് ഒന്നിനെ എതിർക്കാനും കണ്ണടച്ച് ഒന്നിനെ സ്വീകരിക്കാനും നോക്കരുത്. കാര്യം പറഞ്ഞ അവസാനം ഈ യുക്തിവാദ കേന്ദ്രം കൂടിയാണ്. അന്ധമായ വിശ്വാസം പോലെ തന്നെ പ്രശ്നമാണ് അന്ധമായ അവിശ്വാസം. കണ്ണടച്ച് എതിർക്കുന്നതും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. കണ്ണു തുറന്ന് എല്ലാത്തിനെയും കണ്ണും മനസ്സും തുറന്ന് സ്വീകരിക്കാനും സമീപനം നടത്താനും നമുക്കാകട്ടെ. വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സനാതന ധർമ്മത്തിന്റെ പോസിറ്റീവായ 1, 2, 10 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചാൽ നമുക്ക് അതിന്മേൽ ചർച്ചയാവാം. പക്ഷെ അത്തരം ഒരു ശ്ലോകങ്ങളോ എന്തെങ്കിലും പരാമർശങ്ങളോ നടത്തിയില്ല. പകരം ബസവണ്ണയിലേക്കും തമിഴ് സാഹിത്യത്തിലേക്കുമാണ് പോകുന്നത്. നമുക്ക് യുക്തിവാദി പഠനകേന്ദ്രം തമിഴ് സാഹിത്യത്തെ പറ്റി സംവാദം നടത്തട്ടെ, ഞാൻ വരാം, തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്താണ്? വേദസ്മൃതി പുരാണ ഇതിഹാസങ്ങളിലെ സനാതന ധർമ്മം മഹത്തരമാണോ എന്നാണ് വിഷയം. അത് മഹത്തരമാണെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റു ചില വിഷയങ്ങൾ ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ് ഇവിടെ ചർച്ച ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒരു അബ്രാഹ്മണ പൂജാരിയാകാൻ കഴിയാത്തത്? കാരണം ചാതുർവർണ്ണ്യം തന്ത്രസമുച്ചയാദി ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഒരു അബ്രാഹ്മണ പൂജാരിയാകാൻ കഴിയില്ല എന്ന്. വിപ്രകുലീനഃ കൃതസംസ്കൃതൗഘഃ സ്വതീത വേദാഗമ തത്വവേത്ത എന്ന് തന്ത്രസമുച്ചയമാണ് പറയുന്നത്. അതിന്റെ വ്യാഖ്യാനത്തിൽ പറയും ഗുരുഹു വിപ്രഹാസ്തു. വിപ്രൻ എന്ന് പറഞ്ഞാലാണ് യഥാർത്ഥ ബ്രാഹ്മണനാണ് എന്ന തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാതാക്കളായ വിമർശനീകാരനും അതുപോലെ തന്നെ വിവരണകാരനും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ജാതി വ്യവസ്ഥ നിലനിർത്തുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ധർമ്മം എന്നതുകൊണ്ട് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും അർത്ഥമാക്കുന്നത് ജാതി വ്യവസ്ഥ തന്നെയാണ് എന്നത് തന്നെയാണ്. ഭാഗവത പുരാണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പുരാണങ്ങളിലും അവതാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഈ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലോകവീക്ഷണത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന സനാതന ധർമ്മം വർണ്ണാശ്രമ ധർമ്മം അല്ല എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്മേലാകാൻ ചർച്ച. അത്തരം ഒരു ഡാറ്റയും ഇതുവരെയും എന്റെ മുമ്പിൽ ഈ കൃതികളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വന്നില്ല. വേദസ്മൃതി പുരാണ ഇതിഹാസ ഭഗവത്ഗീത ഉപനിഷത്തുക്കൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളെ മുൻനിർത്തിയാണ് ഇവിടുത്തെ ചർച്ച.